മലയാളത്തിനൊട്ടേറെ മഹാരഥന്മാരെ സമ്മാനിച്ച ക്യാമ്പസാണ് മഹാരാജാസ്. മുൻപൊക്കെ ആ കലാലയത്തിൽ ചുവട് വയ്ക്കുമ്പോഴേ മറ്റൊരിടത്തും കാണാത്ത സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ ഗന്ധമായിരുന്നു. ഇന്ന് ചോര മണക്കുകയാണ് അവിടെ. അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും രാഷ്ട്രീയമാണിപ്പോൾ. കഴിഞ്ഞ ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ കുത്തേറ്റു. ക്യാമ്പസിലെ കലാപം ആംബുലൻസിലും ആശുപത്രിയിലും വരെ നീണ്ടു. സംഭവത്തിൽ 15 ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ക്യാമ്പസിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായാണ് ഇന്നലെയുണ്ടായ സംഭവം. MG സർവകലാശാല കലോത്സവത്തിനായി നാടക പരിശീലനം നടക്കുന്നതിനിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആക്രമിച്ചെന്നാണ് SFI വിദ്യാർത്ഥികളുടെ പരാതി. ആക്രമണത്തിൽ പരിക്കേറ്റ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് SFI ആരോപിച്ചു. 14 അംഗ സംഘം സഖാവിനെയും 4 പേരെയും വളയാണ്. അവിടെ കയ്യിൽ വടിവാള്, അതുപോലെ തന്നെ ഈ ബിയർ കുപ്പികള്, കല്ല്, മരക്കഷ്ണം ഇതൊക്കെ കൊണ്ടാണ് വളയുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ചെതറി ഓടുകയാണ്. നാസർ ഓടുമ്പോൾ നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ടാണ് ഇവർ ഈ ക്രൂരത ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല. നിരന്തരമായിട്ട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടികൾക്കിടയിൽ, SFIയുടെ സംഘടനാ പരിപാടികൾക്കിടയിൽ ബോധപൂർവ്വം അലമ്പാക്കുന്ന യൂണിയൻ പരിപാടികളൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട SFI വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ കോളേജിൽ അടിയന്തര ഗവേണിംഗ് കൗൺസിൽ ചേർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചു. കോളേജിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് അടുത്ത അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ തിങ്കളാഴ്ച രക്ഷാർത്ഥ സമിതിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ആൾ പാർട്ടി മീറ്റിംഗ് ബുധനാഴ്ച വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർന്ന് നടപടികൾ. ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇരുവരും ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ്. മറ്റ് 13 പേർക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഫ്രട്ടേണിറ്റി പ്രവർത്തകനെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഫ്രട്ടേണിറ്റിയെ പ്രതി ചേർക്കാനുള്ള നീക്കം ആസൂത്രിതമാണെന്ന് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പറഞ്ഞു. ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫ്രട്ടേണിറ്റി അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയല്ല. ഞങ്ങളുടെ പ്രവർത്തകർ നിരവധി തവണ ഈ ക്യാമ്പസിനകത്ത് അക്രമത്തിന് ഇരയായതാണ്. അത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എടുത്ത് അവിടുത്തെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, നിരവധി തവണ പ്രവർത്തകർ അക്രമത്തിന് ഇരയായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾ അക്രമത്തിന്റെ പാത സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ 100ഓളം പ്രവർത്തകരുണ്ട്. തിരിച്ചടിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ക്യാമ്പസുകൾ കുരുതിക്കുളമാകരുത്. അത് ഒരു അക്കാഡമിക് അന്തരീക്ഷം അവിടെ നിലനിൽക്കണം എന്ന് ഫ്രട്ടേണിറ്റി ആഗ്രഹിക്കുന്നത്. SFI പ്രവർത്തകർ ആക്രമിച്ചു എന്നാരോപിച്ച് KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആര് കൈ കളിച്ചു നീ പറയുന്നേ? സേഫ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും?